തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ജില്ലാ ഘടകങ്ങൾ. മുഖ്യമന്ത്രിയുടെ നിലപാടുകളും പെരുമാറ്റവും ജനവിരോധത്തിന് കാരണമായി എന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നപ്പോൾ ജാവ്ദേക്കർ ബന്ധം തിരിച്ചടിയായെന്നാണ് കൊല്ലത്തെ വിലയിരുത്തൽ. കണ്ണൂരിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, ഏതൊക്കെ ജില്ലാ ഘടകങ്ങളാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്? അജിംസ്, പ്രധാനമായും കൊല്ലം, പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ നടന്ന ചർച്ചകളുടെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെയും ഒക്കെ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇന്നലെയായിരുന്നു ഈ രണ്ട് ജില്ലാ കമ്മിറ്റികളും സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. ഈ യോഗത്തിൽ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിക്കെതിരെ നിശിതമായ വിമർശനം തന്നെയാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ നയങ്ങളും പെരുമാറ്റവും വലിയ തോതിൽ തിരിച്ചടിയായി എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചില നേതാക്കൾ വിമർശനം ഉന്നയിച്ചു. അതിനോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം തിരിച്ചറിയാൻ സർക്കാരിനും CPM-നും സാധിച്ചില്ല. തോമസ് ഐസക്കിനെ പോലൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ ഇത്ര വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണം ആ ഭരണവിരുദ്ധ വികാരം സർക്കാരോ പാർട്ടിയോ തിരിച്ചറിയാതിരുന്നതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യോഗത്തിൽ മന്ത്രി VN വാസവനും അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക്കും പങ്കെടുത്തിരുന്നു. അവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ വിമർശനം ഉണ്ടായത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അതേസമയം കൊല്ലത്തേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞ ഒരു വിമർശനം ഉണ്ടായില്ല. പക്ഷെ അപ്പോഴും നേതൃത്വത്തിലേക്കും സ്ഥാനാർത്ഥിയിലേക്കും അതിരൂക്ഷമായ വിമർശനങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വന്നു. സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് മുകേഷിന്റെ ഇടപെടൽ വളരെ മോശമായിരുന്നു. മുകേഷിന്റെ പെരുമാറ്റം അടക്കം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി പ്രേമചന്ദ്രനെ എതിരായ പരാമർശം അത് പ്രേമചന്ദ്രന് അനുകൂലമായി ഭവിച്ചുവെന്നും പാർട്ടിക്ക് മണ്ഡലത്തിലുടനീളം തിരിച്ചടി ഉണ്ടാകാൻ അത് കാരണമായി എന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയുണ്ടായി. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം LDF കൺവീനർ EP ജയരാജനെതിരെ ഉയർന്നു വന്ന ജാവ്ദേക്കർ ബന്ധവും BJP ബന്ധവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും വിവാദങ്ങളുമായിരുന്നു. ജാവ്ദേക്കറെ കണ്ടിരുന്നു എന്ന EP-യുടെ വെളിപ്പെടുത്തൽ അതും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം മുഖ്യമന്ത്രിക്കും EP ജയരാജനുമെതിരെയാണ് പ്രധാനമായും ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ വിമർശനം ഉയരുന്നത്.